വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവംബർ 7 വരെ വോട്ടെണ്ണൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ വരണാധികാരി. MP തടഞ്ഞ കേസ് പ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റിലായവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകർ. അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ ചുമരുകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങളാണ് ചുമരുകളെ മികവുറ്റതാക്കുന്നത്. ബസിൽ നിന്നും വലിച്ചിറക്കി ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ബദിയടുക്ക ബസ് സ്റ്റാൻഡിലാണ് സംഭവം. സാംസ്കാരിക പ്രഭാഷണത്തിൽ മുഖരിതമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാൾ. ശ്രേഷ്ഠ ഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചത്. അടുക്കളക്കള്ളന്റെ വിളയാട്ടം. ഭീതിയിലായി ഒരു നാട്. ചെറുവത്തൂരാണ് അടുക്കളക്കള്ളൻ വിലസുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടെണ്ണൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് നവംബർ 7 വരെ അവധിയായിരിക്കുമെന്ന് കലക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും കലക്ടർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ ജില്ലയിലെ സ്ഥാപനങ്ങൾക്ക് 7-ാം തീയതി വരെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഹോസ്ദുർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഇവിടങ്ങളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കളക്ടർ അറിയിച്ചു. എന്നാൽ ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിൽ വോട്ടെണ്ണൽ ടേബിളുകളിലേക്ക് എത്ര ഏജന്റുമാരെ ഓരോ സ്ഥാനാർത്ഥിക്കും നിയമിക്കുമെന്നത് സംബന്ധിച്ച് വിവരം അതത് ബ്ലോക്ക് റിട്ടേണിംഗ് ഓഫീസർമാരിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് കളക്ടർ അറിയിച്ചു. P കരുണാകരൻ MP തടഞ്ഞ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 30-ന് ബോർക്കാടിയിലായിരുന്നു സംഭവം. മഞ്ചേശ്വരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന P കരുണാകരൻ MPയെ തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ 5 പേരെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. വോർക്കടി പാത്തൂർ ബാത്തിമൂലയിലാണ് ഒക്ടോബർ 30-ന് രാത്രി P കരുണാകരനെ തടഞ്ഞത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P ജനാർദ്ദനനും പ്രാദേശിക CPM നേതാക്കളും MPക്കൊപ്പം ഉണ്ടായിരുന്നു. അവസാന നിമിഷ പ്രചരണത്തിനായി എത്തിയതായിരുന്നു MP. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അറസ്റ്റിലായവർ. വോർക്കടി പാത്തൂരിലെ PM ഇസ്മയിൽ, N അഹമ്മദ്, മുഹമ്മദ് ബഷീർ, അബ്ദുൽ കരീം, അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം SI P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അവരെ അറസ്റ്റ് ചെയ്തത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഏടുകളും ദേശീയ നേതാക്കളും അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ചുമർ ചിത്രങ്ങളാകുന്നു. BRDCയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചുമർ ചിത്രങ്ങൾ ഒരുക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉപ്പു സത്യാഗ്രഹവും ചരിത്ര സ്മാരകങ്ങളും സമര നേതാക്കളുമെല്ലാം അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ തിളങ്ങുന്ന ചുമർ ചിത്രങ്ങളായി. പഠനത്തിന് കാഴ്ചയുടെ അരങ്ങൊരുക്കുകയാണ് ഇവിടെ ഒരു ചിത്രകാരൻ ദേവദാസ് പെരിയാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. ചെങ്കോട്ടയുടെയും ഇന്ത്യ ഗേറ്റിന്റെയും പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമര നേതാക്കളായ ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധർ തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്, രവീന്ദ്രനാഥ് ടാഗോർ എന്നിവർക്കൊപ്പം കേരളത്തിന്റെ അഭിമാനമായ K മാധവേട്ടനും ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂട്ടക്കനി, അഗസ്രഹോള തുടങ്ങിയ നിരവധി വിദ്യാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ദേവദാസ് പെരിയ നേരത്തെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ദേശീയ സ്മൃതികൾ ഉണർത്തുന്ന ചിത്രങ്ങളായതുകൊണ്ട് സ്കൂളിന് അഭിമാനമാണെന്ന് ഹെഡ്മാസ്റ്റർ ഷംസുദ്ദീൻ പറഞ്ഞു. ഈ തീരുമാനം കേട്ട മാത്രയിൽ തന്നെ ബേക്കൽ BRDC അതിൻ്റെ മുഴുവൻ സാമ്പത്തിക സഹായവും ഈ സ്കൂളിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പെരിയയിലെ പ്രശസ്തനായ ചിത്രകാരൻ ദേവദാസ് പെരിയ ഈ വിഷയം നമ്മുടെ സ്കൂളിലെ ചുമരിൽ ജീവൻ വയ്പ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സും ഈ നാട്ടിൻ്റെ ഹൃദയവും ഒക്കെ കുളിർത്തു പോയിരിക്കുകയാണ്. 75-ാം വാർഷികത്തിൻ്റെ നിറവിൽ നമ്മുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വലിയ ചരിത്രം രചിച്ച മാധവേട്ടനെ കൂടി നമ്മുടെ ഈ ചിത്രത്തിലേക്ക് ചേർക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷവും അതേപോലെ തന്നെ നമുക്ക് നാടിൻ്റെ ഒരു ഭാഗ്യവുമായി കരുതുകയാണ്. LP വിഭാഗം ക്ലാസ് മുറികൾക്ക് ചുറ്റുമാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബസിൽ നിന്ന് വലിച്ചിറക്കി ഡ്രൈവറെ മർദ്ദിച്ചു. ബദിയടുക്ക ബസ് സ്റ്റാൻഡിൽ ബുധനാഴ്ച രാത്രിയാണ് സംഭവം. ഉക്കിനടുക്കയിലെ ബിനു ജോണിനാണ് മർദ്ദനമേറ്റത്. കാസർഗോഡ് പെർള റൂട്ടിൽ സർവീസ് നടത്തുന്ന KL 14J60 80-ാം നമ്പർ മിഷ ബസിലെ ഡ്രൈവർ ബിനു ജോണിനെ ഒരുപറ്റം ആളുകൾ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു.
ഇദ്ദേഹത്തെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് ഇതേ ബസ്സിൽ ജോലി ചെയ്തവരാണ് തന്നെ ആക്രമിച്ചതെന്ന് ബിനു ജോൺ പറഞ്ഞു. ബുധനാഴ്ച രാത്രി 7:30 മണിക്ക് ബദിയടുക്ക ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ബിനു ജോണിനെ 15ഓളം പേർ ആക്രമിച്ചത്. ഇരുമ്പുവടി കൊണ്ട് ശരീരമാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇപ്പോൾ ഡ്രൈവറായി പണിയെടുക്കുന്ന ബസ്സിൽ നിന്നും മാറണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. മുമ്പും ഇവരുടെ ദ്രോഹം ഉണ്ടായതായി ബിനു ജോൺ പറഞ്ഞു. ബദിയടുക്ക ബസ് സ്റ്റാൻഡിൽ വണ്ടി എത്തിയപ്പോൾ ഇവരിങ്ങനെ സുഹൃത്തുക്കളെ പോലെ വന്ന് ഹായ് വിനുവേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് ഡോറ് തുറന്നിട്ട് എന്നെ വലിച്ച് പുറത്തേക്ക് ചാടിക്കായിരുന്നു. ഞാൻ അന്നേരം ഡോറ് തുറന്ന് പുറത്തേക്ക് വലിച്ച് ചാടിച്ചപ്പോൾ പോയ പോക്കിൽ പെട്ടെന്ന് ഹാൻഡ് ബ്രേക്കിൽ പിടുത്തം കിട്ടി. അതുകൊണ്ട് വണ്ടി പുറകോട്ടൊന്നും പോയി അപകടമൊന്നും ഉണ്ടായില്ല. വണ്ടിയിൽ നിറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മറ്റു ബസ്സുകളിലൊക്കെയാണ് വീട്ടിലേക്ക് പോയത്. എന്നിട്ട് ഞാൻ താഴെ വീണപാട് കമ്പിവടി കൊണ്ട് എൻ്റെ തലയ്ക്ക് അടിച്ചു. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തടഞ്ഞു. അവനാണ് കയ്യിൽ മുറിവുണ്ടായത്. അതിനുശേഷം എന്നെ ഇവരെല്ലാവരും കൂടി മർദ്ദിക്കുകയായിരുന്നു. വലിയൊരു കമ്പിവടി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ആ കമ്പിവടി കൊണ്ടാണ് നീ ഇതിൽ പണിയെടുക്കുമല്ലടാ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് കൊണ്ടാണ് തല്ലിയത്. 10-15ഓളം പേരുണ്ടായിരുന്നു. അതിൽ 5 പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പോലീസ് വന്നിട്ട് ഞങ്ങളെ 3 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ പോലീസ് എൻ്റെ പേരിലും കേസ് എടുത്തിട്ടുണ്ടെന്ന് ആണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു അവർ 2 ആളെ ജാമ്യത്തിന് കൊണ്ടുവന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ 2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവർ 2 പേര് വന്ന് ജാമ്യം എടുത്തിട്ടാണ് പോയത്. അപ്പോൾ കേസുള്ളതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ജാമ്യം എടുക്കേണ്ടി വന്നത്. അവരുടെ പേരിലും കേസുണ്ട്. ഈ 2 പേരുടെ പേര് മാത്രമേ കേസുള്ളൂ. ബാക്കി 3 പേര് ഒളിവിലാണ്. അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസൊന്നുമില്ല. അവിടുന്ന് പോലീസുകാരോട് ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു ഇവർ മാത്രമല്ല എന്ന് പറഞ്ഞപ്പം പോലീസുകാർ പറഞ്ഞത് അത് നമുക്ക് പിന്നെ ശരിയാക്കാം, നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് എന്നോട് ഇതിനെപ്പറ്റി ആരും ചോദിച്ചില്ല, പോലീസുകാരൊന്നും ചോദിച്ചില്ല. പെർളയ്ക്കടുത്തെ ഉക്കിനടുക്ക സ്വദേശിയാണ് ബിനു ജോൺ. ബദിയടുക്ക പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇദ്ദേഹം. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചു. കലക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. മലയാളം ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും ഭാഗമായി ജില്ലാ ഭരണകൂടം, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് എന്നിവ സംയുക്തമായി സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ജീവനക്കാർക്കിടയിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരു പ്രത്യേക വകുപ്പ് തന്നെ, ഔദ്യോഗിക ഭാഷാ വകുപ്പ് എന്ന നിലയിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ട്. എല്ലാ മാസവും ആ വകുപ്പിൻ്റെ ഒരു അവലോകനം, മലയാള ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള ഒരു അവലോകനം എല്ലാ മാസവും നമ്മളിവിടെ കളക്ടറേറ്റിൽ കൂടാറുണ്ട്. അതിൻ്റെ പുരോഗതി വിലയിരുത്താറുണ്ട്. എത്രത്തോളം നമ്മുടെ വിവിധ വകുപ്പുകൾ മലയാള ഭാഷ എത്ര ശതമാനം വരെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്താറുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു എന്താ പറയുക, നമ്മൾ ശതമാനം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും 95-96% എത്തി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് ശതമാനം പറയുമ്പോൾ അത് കോടതി കേസുകളൊക്കെ ബന്ധപ്പെട്ട് മലയാള ഭാഷ ഉപയോഗിക്കാൻ പറ്റാത്ത വരുന്ന കുറച്ച് കാര്യങ്ങളിലാണ് ബാക്കി 5%. ADM H ദിനേശൻ അധ്യക്ഷത വഹിച്ചു. അംബികാസുധൻ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷര ഗ്രന്ഥാലയവുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ VV പ്രഭാകരൻ, കന്നഡ നാടക പ്രവർത്തകൻ P മുരഹരി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നാരായണൻ പെരിയ, ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖർ, രാധാകൃഷ്ണൻ ഉളിയത്തടുക്ക എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നീലേശ്വരം ബംഗളം സംസ്കാര നാട്ടറിവ് പഠന കേന്ദ്രം അവതരിപ്പിച്ച തുളുനാടൻ പെരുമ എന്ന നാടൻപാട്ട് ആവിഷ്കാരവും ചടങ്ങിൽ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. ചെറുവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും വിലസുന്ന അടുക്കളക്കള്ളന്റെ ശല്യം ചെറുവത്തൂർ ടെക്നിക്കൽ സ്കൂളിലും. അടുക്കളയിൽ കയറി ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയാണ് ഈ കള്ളൻ ചെയ്യുന്നത്. കള്ളുഷാപ്പുകളിൽ കയറുകയും ഭക്ഷണമുണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്ന അടുക്കളക്കള്ളന്റെ ശല്യം വിദ്യാലയത്തിലും. ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ അധികൃതരാണ് ഭക്ഷണക്കള്ളനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. വിദ്യാലയത്തിലെ ക്യാൻറ്റീനിൽ കയറിയാണ് കള്ളന്റെ വിളയാട്ടം. തുടർച്ചയായ അവധി ദിവസങ്ങൾ വന്നാൽ വിദ്യാലയത്തിൽ ആരും ഉണ്ടാകാറില്ല. ഈ സമയത്താണ് പൂട്ടുതകർത്ത് കള്ളൻ ക്യാൻറ്റീനിൽ എത്തുന്നത്. മറ്റു കള്ളന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഈ കള്ളൻ ചെപ്പടി വിദ്യ എന്ന സിനിമയിൽ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച അടുക്കള അച്ചു എന്ന കഥാപാത്രത്തിൻ്റെ തനി പകർപ്പാണ്. ക്യാൻറ്റീനിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതാണ് കള്ളൻ്റെ രീതി.
നേരത്തെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം, കണ്ണാടിപ്പാറ, പിലിക്കോട്, തോട്ടംഗേറ്റ് എന്നിവിടങ്ങളിലെ കള്ളുഷാപ്പുകളിലായിരുന്നു അടുക്കളക്കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നത്. ഷാപ്പുകളുടെ മേൽക്കൂരയിലെ ഓടിളക്കിയാണ് കള്ളൻ അകത്ത് കിടക്കുന്നത്. ഇവിടെ വെച്ച് ആഹാര സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കും. അടുക്കളക്കള്ളൻ നാടാകെ ചർച്ചയായപ്പോൾ കുറച്ചുനാളുകളായി കള്ളനെക്കൊണ്ട് ശല്യമുണ്ടായിരുന്നില്ല. കള്ളുഷാപ്പ് ഉടമകൾ ജാഗ്രത പുലർത്തി തുടങ്ങി എന്ന് മനസ്സിലായതോടെയാണ് കള്ളൻ ടെക്നിക്കൽ ഹൈസ്കൂളിലെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി തുടങ്ങിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അവധിയായതിനാൽ വിദ്യാലയത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയാണ് ക്യാൻറ്റീനിലെത്തി ചോറുൾപ്പെടെയുള്ള ആഹാരങ്ങൾ കള്ളൻ പാകം ചെയ്ത് കഴിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സംഭവം തന്നെ, അതായത് ഇതുപോലെ നമ്മുടെ ഹോസ്റ്റലിന്റെ ബാക്ക് സൈഡിലെ സ്റ്റോർ റൂമും അതുപോലെ അതിന്റെ അടുക്കള മറ്റേ കിച്ചന്റെ ഭാഗങ്ങളും ചവിട്ടിപ്പൊളിക്കുകയും അതുപോലെ ഇവിടെ വന്ന് നമ്മുടെ ആഹാര സാധനങ്ങളും അതുപോലെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത പ്രവർത്തനം ഇതിനു മുമ്പ് ഉണ്ടായിട്ട് അത് തന്നെ ഈ വർഷവും ഈ മാസവും വീണ്ടും ഈ കഴിഞ്ഞ 2-ാം തീയതി സംഭവിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ അധ്യാപകർ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂൾ സൂപ്രണ്ട് ജേക്കബ് തോമസ് ചന്തേര പോലീസിൽ പരാതി നൽകി. പോലീസും നാട്ടുകാരും പഠിച്ച പണി 18 പയറ്റിയിട്ടും ആർക്കും പിടികൊടുക്കാതെ വിലസുകയാണ് ഈ വേറിട്ട കള്ളൻ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള കൗണ്ടിംഗ് സൂപ്പർവൈസർമാരുടെ പരിശീലനം പൂർത്തിയായി. 651 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയമിച്ചിട്ടുള്ളത്. 221 കൗണ്ടിംഗ് ടേബിളുകളാണ് വോട്ടെണ്ണലിനായി സജ്ജമാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 7-ാം തീയതി രാവിലെ മുതൽ നടക്കും. ജില്ലാ പഞ്ചായത്തിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 3 നഗരസഭകളിലേക്കും 38 ഗ്രാമപഞ്ചായത്തുകളിലേക്കുമുള്ള വോട്ടെണ്ണലാണ് 7-ാം തീയതി രാവിലെ 8 മണി മുതൽ നടക്കുക. ജില്ലയിലെ 7 സ്ഥലങ്ങളിലായി നിശ്ചയിച്ചിട്ടുള്ള 9 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ നടക്കുക. ഇതിനായി 223 കൗണ്ടിംഗ് ടേബിളുകളിലായി 651 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കാറടുക്ക ബ്ലോക്കിനായി 30, കാസർഗോഡ് ബ്ലോക്കിന് 42, കാസർഗോഡ് നഗരസഭയ്ക്ക് 5 കൗണ്ടിംഗ് ടേബിളുകൾ സജ്ജമാക്കും. ത്രിതല പഞ്ചായത്തുകൾക്ക് 198 കൗണ്ടിംഗ് സൂപ്പർവൈസർമാരും 396 കൗണ്ടിംഗ് അസിസ്റ്റന്റ്മാരും ഉണ്ടാകും. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന കൗണ്ടിങ്ങിന്റെ ഫലസൂചനകൾ അപ്പോൾ തന്നെ ജനങ്ങളിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ജോലിക്കായി നിയമനം ലഭിച്ച കൗണ്ടിംഗ് സൂപ്പർവൈസർമാർക്കുള്ള പരിശീലനം ഗവൺമെന്റ് കോളേജിൽ പൂർത്തിയായി. മഞ്ചേശ്വരം, കാസർഗോഡ്, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലുള്ളവർക്കുമുള്ള പരിശീലനം വ്യാഴാഴ്ച രാവിലെയായിരുന്നു നടന്നത്. കാഞ്ഞങ്ങാട്, പരപ്പ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ഉച്ചയ്ക്ക് 2 മണി മുതലായിരുന്നു. മഞ്ചേശ്വരം ഉദ്യാവാരയിൽ മരണാനന്തര ചടങ്ങുകൾക്കിടെ ഒരാൾക്ക് മർദ്ദനമേറ്റു. ഉദ്യാവാരയിലെ മുഹമ്മദ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. മുൻവൈരാഗ്യമാണ് മർദ്ദിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. മഞ്ചേശ്വരം ഉദ്യാവാരയിൽ മരണാനന്തര ചടങ്ങുകൾക്കിടെ മർദ്ദനമേറ്റ് ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദ്യാവാരയിലെ മുഹമ്മദ് ബഷീറിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ മഞ്ചേശ്വരം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉദ്യാവാരയിലെ 10 മൈൽ സ്വദേശികളായ UB മൊയ്തീനബ, UB അബൂബക്കർ എന്നിവർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ബഷീർ സ്വന്തം സഹോദരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാണ് മർദ്ദനമേറ്റത്. ഉടൻ തന്നെ അവിടെ കൂടി നിന്ന നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമാണ് മർദ്ദന കാരണമെന്ന് പറയപ്പെടുന്നു. കുഡ്ലു ബാങ്ക് കവർച്ച മുഖ്യപ്രതി മുജീബിനെ വിരാജ്പേട്ടയിലെത്തിച്ച് തെളിവെടുത്തു. നിർണായക വിവരങ്ങൾ ലഭിച്ചതായി പോലീസ്. ഇനി ലഭിക്കാനുള്ളത് 125 പവനും 7 ലക്ഷം രൂപയുമാണ്. കുഡ്ലു ബാങ്കിന്റെ എരിയാൽ ശാഖയിൽ നിന്നും കവർച്ച ചെയ്ത സ്വർണത്തിൽ ഇനി ലഭിക്കാനുള്ള സ്വർണം കണ്ടെടുക്കാനായി ചൌക്കി സ്വദേശി മുജീബിനെ 4 ദിവസത്തേക്ക് കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. മുജീബിനെ വിരാജ്പേട്ടയിലെത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. മുജീബും കൂട്ടാളി ജോമോനും താമസിച്ച വീട്, വാങ്ങിയ സ്ഥലങ്ങൾ, കാറ്, വീട് ഇവയെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണവും നടക്കുന്നുണ്ട്. കാസർഗോഡ് CI PK സുധാകരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. മുജീബിനെ നേരത്തെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. കവർച്ച ചെയ്തതിൽ ഭൂരിഭാഗം സ്വർണവും ഇവിടെ വെച്ച് കണ്ടെടുക്കുകയുണ്ടായി. വിവിധ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. അതേസമയം മുജീബിന്റെ മുഖ്യ കൂട്ടാളിയായ എറണാകുളം സ്വദേശി ജോമോനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ജോമോനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. 125 പവൻ സ്വർണവും 7 ലക്ഷം രൂപയുമാണ് ഇനി കണ്ടെത്താനുള്ളത്. അതേസമയം കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്നുണ്ട്. ജനറൽ ആശുപത്രിയിലെ നിർധന രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം നൽകിയത്.
BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്ക് കഞ്ഞി വിതരണം ചെയ്തു. രാംദാസ് നഗറിലെ വിഷ്ണു നമ്പീശന്റെ സ്മരണയ്ക്കായാണ് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചത്. ജനറൽ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്ക് ഇതിനു മുമ്പും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്ത്, ഡോക്ടർ SH ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. ഡിസംബർ 2 നടക്കുന്ന പണിമുടക്കിന്റെ ഭാഗമായി ബാങ്ക് ജീവനക്കാർ SBTക്ക് മുമ്പിൽ പ്രകടനം നടത്തി. ഏകപക്ഷീയമായി തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സൗമിനി കല്ലത്തിന് ഗംഭീര യാത്രയയപ്പ് നൽകി. ഹെഡ്മാസ്റ്റർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സൗമിനി കല്ലത്തിന് യാത്രയയപ്പ് നൽകി. ഹെഡ്മാസ്റ്റർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടന്ന യാത്രയയപ്പ് യോഗം ഡയറ്റ് പ്രിൻസിപ്പാൾ V കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മാതൃനിർവിശേഷമായിട്ടുള്ള ഒരു സ്നേഹം പകർന്നു തന്ന നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടർ, അവരെ വളരെ സ്നേഹനിർഭരമായിട്ടുള്ളൊരു ചടങ്ങോടുകൂടി യാത്രയയപ്പ് നൽകണമെന്ന അദമ്യമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഫലമാണ് നമ്മുടെ HF ഫോറം, കാസർഗോഡ് കാഞ്ഞങ്ങാട് HF ഫോറം വളരെ സജീവമായിട്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളൊരു കാലത്താണ് ഈ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്ഥാനത്ത് ബഹുമാന്യനായിട്ടുള്ള മാഡം അവരോധിക്കപ്പെടുന്നു. കാഞ്ഞങ്ങാട് DO മഹാലിംഗേശ്വര രാജ് അധ്യക്ഷനായി. DO വേണുഗോപാലൻ ഉപഹാര സമർപ്പണം നടത്തി. ചടങ്ങിൽ കാഞ്ഞങ്ങാട് ഫിഷറീസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആനി സിറിയക്കിന് യാത്രയയപ്പ് നൽകി. ഡോക്ടർ ബാലൻ, ശ്രീനിവാസ, EP രാജഗോപാലൻ, ഹെഡ്മാസ്റ്റർ ഫോറം കാഞ്ഞങ്ങാട് കൺവീനർ ഡോക്ടർ PKV വിജയകുമാർ, കാസർഗോഡ് കൺവീനർ രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. കൈരളി കരകൗശല പ്രദർശന വിൽപ്പന മേളയ്ക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് മേള നടക്കുന്നത്. മേളയിൽ അനുദിനം നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കരകൗശല പ്രദർശന വിൽപ്പന മേളയ്ക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. നവംബർ 15 വരെ നടക്കുന്ന മേളയിൽ കേരളത്തിലെ തനതായ കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. തേക്കിലും വീട്ടിയിലും കൊത്തുപണി ചെയ്ത കരകൗശല വസ്തുക്കൾ, കേരളത്തിലെ ലോകപ്രശസ്തമായ ആറന്മുള കണ്ണാടി, ഹൈദരാബാദിൽ നിന്നുള്ള പവിഴം, മുത്ത് തുടങ്ങിയ ആഭരണങ്ങളും മേളയുടെ പ്രത്യേകതകളാണ്. വിവിധതരം കാർപ്പറ്റുകൾ, വീട്ടുപകരണങ്ങൾ, പിച്ചളയിലും വൈറ്റ് മെറ്റലിലും ബ്ലാക്ക് മെറ്റലിലും നിർമ്മിച്ച ശില്പങ്ങൾ, രവിവർമ്മ ചിത്രങ്ങളുടെ പ്രിന്റ് തുടങ്ങിയവയും മേളയിലെ ആകർഷണ ഇനങ്ങളാണ്. കൂടാതെ കുട്ടികളുടെ ചുരിദാർ, ലേഡീസ് ടോപ്പ്, കുർത്ത, ചന്ദനത്തൈലം, ചന്ദനക്കഷ്ണങ്ങൾ തുടങ്ങിയ മറ്റനേകം ഉൽപ്പന്നങ്ങളും മേളയുടെ ആകർഷണങ്ങളാണ്. മേളയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും കൈരളി നൽകുന്നുണ്ട്. വിപണനമേള ADM ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കരകൗശല വികസന കോർപ്പറേഷൻ ഡയറക്ടർ B സുകുമാരൻ അധ്യക്ഷനായി. ചടങ്ങിൽ മാനേജർ ഷൈൻ, സഹീർ എടച്ചാക്കൈ, P പ്രവീൺകുമാർ, പ്രഭാകരൻ കാഞ്ഞങ്ങാട് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയോരത്തെ അപകട ഭീഷണി ഉയർത്തുന്ന തണൽ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ഉയരുന്നു. പ്രധാന ടൗണുകളിലും നഗരപ്രദേശങ്ങളിലും ഒഴികെ അധികൃതർ ഇക്കാര്യത്തിൽ കടുത്ത നിസ്സംഗതയാണ് തുടരുന്നതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന തിരക്കേറിയ പാതയുടെ രണ്ടു വശങ്ങളിലും ഏതു നിമിഷവും അപകടം സംഭവിച്ചേക്കാവും എന്ന രീതിയിൽ നിലകൊള്ളുന്ന വൻമരങ്ങൾ യാത്രക്കാരിൽ വലിയ ആശങ്ക ഉളവാക്കുന്നു. അപകട വാർത്തകൾ പല സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വന്ന സാഹചര്യത്തിൽ തിരക്കേറിയ റോഡുകളുടെ വശങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അധികൃതർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വടക്കൻ ജില്ലയിൽ ഇതുവരെ ഈ നിർദ്ദേശം പൂർണ്ണതോതിൽ നടപ്പിലാക്കിയിട്ടില്ല. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും വലിയ വാഹനങ്ങൾ തട്ടി ഏതു നിമിഷവും പൊട്ടിവീഴാവുന്ന ശാഖകളും ദേശീയപാതയോരത്ത് കാണാമെങ്കിലും ബന്ധപ്പെട്ടവർ ഇത് കണ്ട ഭാവമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നവംബർ 7 വരെ വോട്ടെണ്ണൽ നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും മുഖ്യ വരണാധികാരി. MP-യെ തടഞ്ഞ കേസ്, പ്രതികൾ അറസ്റ്റിൽ. അറസ്റ്റിലായവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകർ.
ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ ചുമരുകളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ദേശീയ നേതാക്കളുടെ ചിത്രങ്ങളാണ് ചുമരുകളെ മികവുറ്റതാക്കുന്നത്. ബസ്സിൽ നിന്നും വലിച്ചിറക്കി ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ബദിയടുക്ക ബസ് സ്റ്റാൻഡിലാണ് സംഭവം. സാംസ്കാരിക പ്രഭാഷണത്തിൽ മുഖരിതമായി കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാൾ. ശ്രേഷ്ഠ ഭാഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് സാംസ്കാരിക പ്രഭാഷണം സംഘടിപ്പിച്ചത്. അടുക്കളക്കള്ളന്റെ വിളയാട്ടം. ഭീതിയിലായി ഒരു നാട്. ചെറുവത്തൂരാണ് അടുക്കളക്കള്ളൻ വിലസുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.